നമസ്കാരം. കീ ലേണിംഗിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. കേട്ടിട്ട് കാറ്റഗറി 1 ഫാമിലി എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. ഒരു ചെറിയ ഒരു ക്ലാസ് ആണ്. നമുക്ക് സിലബസിനകത്ത് നമുക്ക് സ്കൂൾ ടെസ്റ്റിനകത്ത് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു പോവാം. അപ്പോൾ സാധാരണ അങ്ങനെ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളെ സിലബസിലുള്ള പോർഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്ത് പോവാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനകത്ത് നമുക്ക് അതുകൂടി ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പൊ നമുക്ക് ആ ജനറൽ ഫാമിലി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് പോവാം. എന്താണ് നമ്മളെ സൊസൈറ്റി, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് സൊസൈറ്റി, സമൂഹത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന ഘടകമാണ് ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്. ജനനം ഒരാളെ ഒരു കുടുംബത്തിലെ അംഗമാക്കുന്നു. സാധാരണയായി ജനനം മുതൽ മരണം വരെ നാം കുടുംബത്തിൽ ജീവിക്കുകയും കുടുംബം നമ്മെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വളർച്ചയിലും പെരുമാറ്റത്തിലും കുടുംബത്തിന്റെ പങ്ക് വലുതാണ്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ ജനിക്കുന്നത് സമൂഹത്തിന്റെ, സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ്. ആ കുടുംബത്തിൽ ജനിച്ചിടം തൊട്ട് മരിക്കുന്നത് വരെയുള്ള കാലയളവിൽ ആ കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടും ആ സമൂഹവുമായിട്ടും നമ്മളുടെ ഒരു ബന്ധം പുലർത്തുകയും ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വളർച്ചയിലും നമ്മളുടെ പെരുമാറ്റത്തിലും എല്ലാം തന്നെ നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കുകയും നമ്മളൊരു പൗരൻ എന്നുള്ള, സൊസൈറ്റിയെ സംബന്ധിച്ച്, ആ സമൂഹത്തെ സംബന്ധിച്ച് ഒരു പൗരൻ എന്നുള്ള ആ ഒരു പൗരനെന്ന് നമ്മളുടെ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഉയരുന്നത് കുടുംബം എന്ന് പറയുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഇൻഫ്ലുവൻസ് ആണ്, ഒരു സ്വാധീനമാണ് പൗരനെ സൃഷ്ടിക്കുന്ന ഈ കുടുംബം ചെയ്യുന്നത്. അപ്പൊ കുടുംബം സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് നമ്മൾ പറയാം, അല്ലെ? ഒരു വ്യക്തികളാണ് ഇതിന്റെ ഏറ്റവും താഴെ ലെവലിലുള്ളത്. വ്യക്തികൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, കുടുംബങ്ങൾ ഉണ്ടാവുന്നത്. ആ കുടുംബങ്ങൾ ചേർന്നിട്ട് പലതരത്തിലുള്ള സമുദായങ്ങൾ ഉണ്ടാകുന്നു. ഒരു സമൂഹത്തെ നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള സമുദായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ വ്യക്തികൾ ചേർന്ന് കുടുംബങ്ങൾ ഉണ്ടാകുന്നു, കുടുംബങ്ങൾ ചേർന്ന് പലതരത്തിലുള്ള സമുദായങ്ങൾ ഉണ്ടാകുന്നു, പലതരത്തിലുള്ള സമുദായങ്ങൾ ചേർന്ന് ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം രൂപപ്പെടുന്നു. ആ സൊസൈറ്റിയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിട്ട് നമുക്ക് ആരെ പറയാം? കുടുംബങ്ങളെ പറയാം. ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ജീവിക്കുന്നതും അല്ലെങ്കിൽ ജനിച്ചിട്ട് മരിക്കുന്നതുമായിട്ടുള്ള കാലയളവിൽ അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന്റെ വളർച്ചാ കാലഘട്ടം? ഒരു കുടുംബത്തിലാണ് അദ്ദേഹത്തിന്റെ വളർച്ചാ കാലഘട്ടം. സമൂഹത്തിൽ ഒരുപാട് ചിട്ടകളും മര്യാദകളും ഉണ്ടെന്ന് നമുക്കറിയാം, ജീവിത രീതികളുമുണ്ട്. ഇതെല്ലാം നാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. ഒരു വ്യക്തി, ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള ഒരു വ്യക്തി, ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചിട്ടകളും ആ സമൂഹത്തിൽ പുലർത്തേണ്ട മര്യാദകളും ആ സമൂഹത്തിൽ ജീവിക്കേണ്ട ജീവിത രീതികളും അദ്ദേഹം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, പാർപ്പിടം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ആരാണ്? കുടുംബമാണ്. അക്കാര്യം ഓർക്കുക. സ്നേഹവും സുരക്ഷിതത്വവും കുടുംബം ഉറപ്പുവരുത്തുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബങ്ങൾ ഉറപ്പുവരുത്തുന്ന 2 കാര്യങ്ങളാണ് സ്നേഹവും സുരക്ഷിതത്വവും. ഓക്കെ. സാമൂഹിക ബന്ധങ്ങൾക്ക് തുടക്കമിടുന്നതും അവ വളർത്തുന്നതും നിലനിർത്തുന്നതും കുടുംബമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ നിന്നാണ്. ആ കുടുംബം സമൂഹത്തിലേക്ക് ഇറങ്ങി മറ്റു കുടുംബങ്ങളുമായിട്ടും ഓരോ സമുദായങ്ങളായിട്ടും മറ്റു വ്യക്തികളുമായിട്ടും ഒക്കെ ഇടനിലർത്തുന്നതിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള സാമൂഹിക ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. സൊസൈറ്റിയിൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നു. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ തുടക്കമിടുന്നതും അവ വളർത്തുന്നതും അവ കാലക്രമേണ നിലനിർത്തുന്നതും ആരാണ്? കുടുംബമാണ്. അതുകൊണ്ടാണ് കുടുംബത്തെ സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, നിലനിർത്തുന്നത് കൊണ്ടാണ് സമൂഹത്തെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഒരു കുടുംബത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. പലതരത്തിലുള്ള കുടുംബങ്ങളെ കുറിച്ച് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഒരു 3 ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇതാണ് അണുകുടുംബം. അതിനകത്തൊരു രക്ഷകർത്താവും മക്കളുമാണ്. ചിത്രം 1 അച്ഛനും അമ്മയും മക്കളും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള കുടുംബമാണ് ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുടുംബമാണ് ന്യൂക്ലിയർ ഫാമിലി അല്ലെങ്കിൽ അണുകുടുംബം എന്ന് നമ്മൾ പറയും. ഒരച്ഛനും ഒരമ്മയും അവരുടെ മക്കളും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തെയാണ് ഒന്നാമത്തെ ആ കുടുംബത്തിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു തരംതിരിവ്. അതിനെ നമ്മൾ അണുകുടുംബം എന്ന് പറയും. രണ്ടാമത്തെ നമ്മൾ പഠനം നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും മക്കളും അവരുടെ കുടുംബവും ആണുള്ളത്. ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ അതിനേക്കാൾ കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് നമ്മൾ പറയും. അടുത്ത അണുകുടുംബത്തിന് അടുത്ത രണ്ടാമത്തെ ഘട്ടമാണ്, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത വെർഷനാണ് നമ്മൾ എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അണുകുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്നതാണ് അച്ഛനും അമ്മയും അവരുടെ മക്കളും കൂടി ചേർന്നിട്ടുള്ള ഒരു അണുകുടുംബത്തിന്റെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് നമ്മളത് വിളിക്കുന്നത് വിസ്തൃത കുടുംബം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ അതിനെ പറയും എക്സ്റ്റെൻഡഡ് ഫാമിലി എന്ന് പറയും. മൂന്നാമത്തതാണ് ഇപ്പോ നമുക്ക് കാണാൻ കഴിയാത്ത പണ്ടുണ്ടായിരുന്ന ഒരു സംവിധാനമാണ്. പണ്ട് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു കൂട്ടുകുടുംബം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും ജോയിന്റ് ഫാമിലി എന്ന് പറയും. അതായത് അതിനകത്ത് 3-4 തലമുറകൾ ഒരുമിച്ചാണ് അത്തരം ഫാമിലിയിൽ താമസിക്കുന്നത്. 3-4 തലമുറകൾ ആ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നു. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഒരുപാട് പേരുണ്ട്. ഒരു തലമുറയുണ്ട്, അതിന്റെ അടുത്ത തലമുറയുണ്ട്, 3 തലമുറയെങ്കിലും കുറഞ്ഞത് ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കുടുംബത്തെയാണ് നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പൊ കുടുംബത്തെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അണുകുടുംബം ന്യൂക്ലിയർ ഫാമിലി, വിസ്തൃത കുടുംബം അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി, ഏറ്റവും കൂടുതൽ ആൾക്കാർ വസിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വസിക്കുന്ന വ്യക്തികൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന കുടുംബത്തെയാണ് നമ്മൾ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ 2 കോളം തന്നിട്ടുണ്ട്, എയും ബിയും. ഇത് തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഒന്നാമത്തേതിനകത്ത് ദേശഭാഷകൾക്ക് അതീതം. ഇതിനകത്ത് ഏതാണ്? കുടുംബത്തിലെ അംഗങ്ങൾ എണ്ണത്തിൽ കുറവ്, സ്നേഹവാത്സല്യം, സുരക്ഷിതത്വ ബോധം, ചുമതലകൾ നിർവഹിക്കൽ, എല്ലായിടത്തും കുടുംബമുണ്ട്. നമുക്കറിയാം ദേശഭാഷകൾക്ക് അതീതമായി എല്ലായിടത്തും എന്തുണ്ട്? കുടുംബമുണ്ട്. അപ്പൊ ഇതിലൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്, എല്ലായിടത്തും കുടുംബമുണ്ട്. ദേശഭാഷകൾക്ക് അതീതമായി എല്ലായിടത്തും കുടുംബമുണ്ട്. പരിമിതമായ വലിപ്പം. ഏതാണ് പരിമിതമായ വലിപ്പം? അതിന്റെ വലിപ്പം നിർണ്ണയിക്കുകയാണെങ്കിൽ നമുക്ക് തൊട്ട് മുമ്പ് പറഞ്ഞായിരുന്നു അല്ലെ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ് എന്ന് പറയുന്നത് അതിന്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു. വൈകാരിക ബന്ധങ്ങൾ, കുടുംബത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ ഏതൊക്കെയാണ്? സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, ഇതൊക്കെ കുടുംബത്തിന്റെ വൈകാരിക ബന്ധങ്ങളാണ്. ഉത്തരവാദിത്വ ബോധം, റെസ്പോൺസിബിലിറ്റി. കുടുംബത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് റെസ്പോൺസിബിലിറ്റി ലഭിക്കുന്നത്? അത്തരത്തിൽ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ മകൻ, മകൾ എന്നുള്ള രീതിയിൽ ഓരോ തരത്തിലുള്ള ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് വരുന്നത്? റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്, ഉത്തരവാദിത്ത ബോധം. ഇതെല്ലാം കുടുംബത്തിന്റെ പ്രത്യേകതകളാണ്. ദേശഭാഷകൾക്ക് അതീതമായി എല്ലായിടത്തും എന്തുകൊണ്ട്? കുടുംബങ്ങളുണ്ട്. പരിമിതമായ വലിപ്പം പറയുമ്പോൾ കുടുംബത്തിന്റെ എണ്ണത്തിൽ കുറവ്, അംഗങ്ങളുടെ എണ്ണത്തിൽ കുറവ്. വൈകാരിക ബന്ധങ്ങൾ, സ്നേഹം, വാത്സല്യം, സുരക്ഷിതത്വ ബോധം, ഇവയെല്ലാം വൈകാരിക ബന്ധങ്ങളാണ്. കുടുംബത്തെ ഉറപ്പിച്ചു നിർത്തുന്ന വൈകാരിക ബന്ധങ്ങളാണ്. ഉത്തരവാദിത്ത ബോധം, ചുമതലകൾ നിർവഹിക്കുന്നതിന് കുടുംബത്തിലെ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലുള്ള ഉത്തരവാദിത്ത ബോധം കൈവരുന്നത് അവർ ഓരോ ചുമതലകൾ നിർവഹിക്കുമ്പോഴാണ്. അപ്പൊ ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഈ എന്താണ് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇത് ഓരോന്നും കണക്ട് ചെയ്തിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം നോട്ടിനകത്ത് ഇങ്ങനെ തരും. അപ്പം നിങ്ങളത് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കണം. ഓക്കെ, കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം എന്ന് പറഞ്ഞത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റായ വില്യം ഓക്ബേൺ. ഓർത്തിരിക്കുക, വില്യം ഓക്ബേൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ഒരു സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്റെ ധർമ്മം. നമ്മളൊരു കൊട്ടേഷൻ ആയിട്ട് നമ്മൾ തന്നിരിക്കുകയാണ്. നമ്മൾ SCRT ടെസ്റ്റിലുള്ളതാണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റിന്റെ പേര് മറക്കരുത്, വില്യം ഓക്ബേൺ. അദ്ദേഹം പറഞ്ഞത് കുടുംബാംഗങ്ങൾക്കിടയിൽ സ്നേഹപൂർവമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കുടുംബത്തിന്റെ ധർമ്മം. എന്തൊക്കെയാണ്? അച്ചടക്കം, ഡിസിപ്ലിൻ, മര്യാദ, മാനേഴ്സ്, പങ്കുവയ്ക്കൽ, ഷെയറിംഗ്. ഒന്നുകൂടെ പറയാം, അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ തുടങ്ങിയ ഗുണങ്ങൾ ഇതിലൂടെ നമുക്ക് കുടുംബത്തിലൂടെ ലഭിക്കുന്നതാണ്. അപ്പം ഡിസിപ്ലിൻ, മാനേഴ്സ്, ഷെയറിംഗ്, ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ഓരോരുത്തരെയും കുടുംബത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വീട്ടിൽ കിട്ടുന്ന സുരക്ഷിതത്വ ബോധം നമുക്ക് മറ്റൊരിടത്തു നിന്നും പൂർണ്ണമായി ലഭിക്കാറില്ല. കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതും ആര് തന്നെയാണ്? കുടുംബം തന്നെയാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് കുടുംബത്തിന്റെ ധർമ്മമാണ്. അപ്പം
നമുക്ക് സുരക്ഷിതത്വ ബോധം ആദ്യം നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഓരോരുത്തരെയും വീട്ടിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് കൂടുതൽ സുരക്ഷിതത്വം നൽകുന്നതും എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക എന്നത് ആരുടെ ധർമ്മമാണ്? കുടുംബത്തിന്റെ ധർമ്മമാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു, പെരുമാറ്റശീലങ്ങൾ ലഭിക്കുന്നു, സുരക്ഷിതത്വ ബോധം ഉണ്ടാകുന്നു, സ്നേഹം വാത്സല്യം ലഭിക്കുന്നു. ഇവയെല്ലാം ഒരു കുടുംബത്തിന്റെ ധർമ്മങ്ങളായിട്ട്, ഒരു ഫാമിലിയുടെ റിലേഷൻഷിപ്പ് ശക്തിപ്പെടുത്തുന്നതിൽ അതിന്റെ ഓരോ വ്യക്തികൾക്കും സഹായിക്കുന്നത് കുടുംബത്തിലെ ഈ പറയുന്ന ധർമ്മങ്ങളാണെന്ന് ഓർക്കുക. അപ്പൊ ഇത് നമ്മളുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന പോർഷന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റുകൾ ഓർത്തു വയ്ക്കുക. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹ ബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ എന്ത് രൂപീകരിക്കപ്പെടുന്നു? ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ ഘടനയുടെ അടിസ്ഥാനത്തിൽ അതായത് ആ വ്യക്തികളുടെ അവിടുത്തെ എണ്ണവും അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അണുകുടുംബം, ന്യൂക്ലിയർ ഫാമിലി, വിസ്തൃത കുടുംബം, എക്സ്റ്റെൻഡഡ് ഫാമിലി, കൂട്ടുകുടുംബം അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി എന്നിങ്ങനെ നമുക്ക് തരംതിരിക്കാം. സാർവലൗകികത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി അല്ലെ, കാലാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് എല്ലായിടത്തും കുടുംബമുണ്ടെന്നുള്ള സൂചിപ്പിക്കുന്ന സാർവലൗകികത. വൈകാരിക ബന്ധം അല്ലെ, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ലാസ്റ്റ് പോയിന്റ് എന്താണ്? സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹ വാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റശീലങ്ങൾ വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ. അപ്പൊ ഈ പോയിന്റുകൾ നമ്മൾ ഓർത്തു വെച്ചിരിക്കുക, വായിച്ചു വെച്ചിരിക്കുക. നമുക്ക് നേരത്തെ പറഞ്ഞ മാറ്റ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ പോയിന്റുകളായിട്ടോ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം ഇതൊക്കെയാണ് കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന നമ്മൾക്ക് പഠിക്കാനുള്ള പോർഷന്റെ എല്ലാ പോയിന്റുകളിലൂടെ കൂട്ടിച്ചേർത്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. രക്തബന്ധത്തിലൂടെയോ വിവാഹ ബന്ധത്തിലൂടെയോ ദത്തെടുക്കലിലൂടെയോ ഒരു കുടുംബം രൂപീകരിക്കപ്പെടുന്നു. കുടുംബഘടനയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ അണുകുടുംബം, വിസ്തൃത കുടുംബം, കൂട്ടുകുടുംബം എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. സാർവലൗകികത അല്ലെങ്കിൽ യൂണിവേഴ്സാലിറ്റി, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്ത ബോധം എന്നിവ കുടുംബത്തിന്റെ സവിശേഷതകളാണ്. സുരക്ഷിതത്വ ബോധം ഉറപ്പുവരുത്തുക, അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുക, സ്നേഹവാത്സല്യങ്ങൾ നൽകുക, നല്ല പെരുമാറ്റങ്ങൾ ശീലി വളർത്തിയെടുക്കുക തുടങ്ങിയവയാണ് ഒരു കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്ന, ഫാമിലി എന്ന് പറയുന്ന ചെറിയൊരു പോർഷനകത്തുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ഒരു കുടുംബത്തിന്റെ ധർമ്മങ്ങളും കുടുംബത്തിന്റെ പ്രത്യേകതകളും നിങ്ങൾ അത് ഓർത്തു വെച്ചിരിക്കുക. ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടാവുന്നതാണ്. അതിനകത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സാധാരണയായി ചോദിച്ചു വരാറില്ല, പക്ഷെ നമുക്കത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടത്. ഈ പോർഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി.